നമ്മൾ പൊന്നുമച്ചീൻ്റെ വീട്ടിൽ നിൽക്കാൻ വന്നതാണ്. കുറേ നാളിന് ശേഷം നിൽക്കാൻ വരണേ. എപ്പോഴും വന്നിട്ട് പോവുള്ളൂ. ഇന്ന് നമ്മളിവിടെ നിൽക്കാൻ വിചാരിച്ചു. പോലെ അപ്പം രാവിലെ എണീറ്റിട്ടുള്ള പരിപാടിയാണ്. ഇന്നലെ വന്നേലേ നമ്മൾ. രാത്രി വന്നു, ഇവിടെ നിന്നു. അപ്പം ഇനി ഉച്ചയ്ക്ക് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പോവുക അല്ലേ? ഉച്ച കഴിഞ്ഞിട്ട് പോകും. വൈകുന്നേരമാണ് പോകുന്നതെന്നാണ് ആമി പറയുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു നല്ല ഭംഗിയുള്ള പൂച്ചേനെ കണ്ടു കേട്ടോ. അപ്പോൾ അവർ അതിൻ്റെ ബാക്കിലാണ്. ആമിയുടെ കാലിൽ ഏതാ ചെരുപ്പൊക്കെ, പൊട്ട ചെരുപ്പൊക്കെ ഇട്ടുണ്ടല്ലോ. ചിക്കന് വേണോ? ആരോടെ ചിക്കന് വേണോ ചോദിക്കണേ പാപ്പു? നമ്മളെ പൂച്ചക്കുട്ടി ഇവിടെ ഉണ്ടല്ലേ. വലിയ പൂച്ചയാകുന്നു. പക്ഷെ നിനക്ക് ഇഷ്ടമായില്ലേ? നിനക്ക് പൂച്ചേനെ ഭയങ്കര ഇഷ്ടമല്ലേ? കൊണ്ടുപോകാൻ കഴിയില്ല വെച്ചാൽ ആമിക്ക് നോക്കാൻ നേരമില്ല. അതുകൊണ്ട് ബേക്കറി കൊടുത്തതാ. വേഫർ കഴിക്കുന്ന പൂച്ച രാവിലെ. ഷുഗർ ഉണ്ടാവുന്നില്ലേ? ഇതില്ലേ പൂച്ചക്ക് ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ വെച്ച് എടുത്തിട്ട് തിന്ന്. ഒന്ന് നോക്കണേ, കഴിച്ചോ? പാപ്പുവിന് പൂച്ചേനെ ഇഷ്ടായോ? നീ ഇതിനായിട്ട് കമ്പനി ആയല്ലോ. ചുച്ചു ബിസ്ക്കറ്റ് കഴിക്കണ്ടേ? ബിസ്ക്കറ്റ് പൊട്ടിച്ചു കൊടുക്കേണ്ടി വരും, എന്നാലേ കഴിക്കാൻ പറ്റും. കടിക്കൂട്ടോ, നോക്കണേ. പൂച്ചേന്റെ ഒക്കെ കണ്ടിരിക്കട്ടോ, നോക്കണേ. പൂച്ച കടിക്കരുത് കേട്ടോ. പാപ്പു ചെയ്യുന്നേ. ഈ പൊന്നുമച്ചീനെ ആമി ഹെൽപ്പ് ചെയ്യുന്ന കാണാം. ഇവിടെ നല്ല ചൂട് പുട്ടൊക്കെ ഉണ്ട് രാവിലത്തെ അല്ലേ പാപ്പു? എന്തെടുക്കണ്ടേ? ആമി ഇവിടെ ഉച്ചക്ക് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉമ്മാനെ ഹെൽപ്പ് ചെയ്യാണ്. ഉള്ളി പൊളിക്കുന്നൊക്കെ ഉണ്ട് അല്ലേ ആമി? ഇതെന്താ അറിയോ? കപ്പയൊക്കെ ഉണ്ടാക്കൂലേ? അപ്പം അതിൽ ചെയ്യുന്ന സാധനം. ഇതിന് നമ്മളിവിടെ വേറെ എന്തോ ഒരു പേര് പറയൂലേ? മന്ത്. എന്നോടത് മറന്നുപോയി. മന്ത് എന്ന് പറയാം ഇതിലിവിടെ. നമ്മളവിടെ അതില്ല പറയാന്. ആദ്യം ഉണ്ടായിരുന്നു. ഇല്ല, അവിടെ ഇല്ല. കപ്പ ഉണ്ടാക്കും അവിടെ തന്നെയുള്ള. അപ്പം എന്തൊക്കെയുള്ള? മീൻകറി ഉണ്ട്, കടലക്കറി ഉണ്ട്, ചിക്കൻ ഉണ്ട്, പിന്നെ ബൂസ്റ്റ് ഇട്ട ചായ ഉണ്ട്. അബ്ബ വെയിറ്റ് ചെയ്യാം. ബൂസ്റ്റ് ഇട്ട ചായ. ഇപ്പൊ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണല്ലേ ആമി? ചായയോട് കഴിഞ്ഞിട്ട് ഇവിടെ ഒരാൾ എന്താ ചെയ്യണ അറിയാം? പഴയ ഇത് റേഡിയോ ആണോ? ഇതിനെന്താന്ന് പറയാം? ടാപ്പ് റെക്കോർഡർ. അത് ശരിയാക്കാം കേട്ടോ. കാണട്ടെ, അത് പഴയതല്ലേ. എൻ്റെ ലുക്ക് എങ്ങനെയുണ്ട്? ഒരു ശബ്ദമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇത് കേടായതാ? നന്നാക്കില്ലേ? ശബ്ദം വരാൻ വേണ്ടി നോക്കണം. അപ്പോൾ അവസാനം ഇതിന് എന്തൊക്കെയോ ഒരു സൗണ്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. സ്വാഗതം. മ്യൂസിക് വന്നതുകൊണ്ട് ഞാൻ കട്ടാക്കുന്നത്. അവസാനം അത് ശരിയായി. അടിപൊളി, ശരിയായി. നല്ല രസമുണ്ടല്ലേ പഴയ പോലത്തെ. നല്ല രസമുണ്ട്. പഴയ ഇതാണോ?
പാപ്പ പുറത്തുള്ള ഓക്കേ, വാ. ഹേ, പറഞ്ഞു പറഞ്ഞു പറയട്ടെ. ഇവിടെ ഒരാൾ വന്ന് ചാടി വന്നിട്ടുണ്ടല്ലോ. ചക്കര, മുത്തേ, അയ്യോ വേറൊരു പൂച്ചയുണ്ട്. വാടാ, ഇവിടെ ഇരിക്ക്. നോക്കണ്ടപ്പാ. പൂച്ചക്ക് ബിസ്ക്കറ്റ് അയച്ചിട്ടേ നേരത്തെ പോലെ. ഇവര് ഈ സമയം ഇവിടെ നിന്ന് കളിക്കാന്ന് പറഞ്ഞ ഇറങ്ങിയ. എന്താ പൂച്ചേനോട് ആക്ഷൻ ഉണ്ടാവുക. അപ്പൊ ഞങ്ങൾ ഇവിടെ ഓരോ കളർ എടുക്കാൻ മണ്ണുണ്ട്. ഓക്കെ, കളറോ? ഇതില് റെഡ് ഉണ്ട്, യെല്ലോ ഉണ്ട്, ഓറഞ്ച് ഉണ്ട്. ഈ കളറിലോ? അപ്പൊ ഇതില് ഇത് റെഡ് കളറാണ്. ഇവിടെ ഭയങ്കര നോയ്സ് ആയിക്കോട്ടെ. അതൊന്നും ചെയ്യില്ല പാപ്പു, അത് വെറുതെ വരുള്ളൂ. ചിത്രേ ഇത് റെഡ് കളറാണ്. ഇതെങ്ങനെ റെഡ് കളറാണെന്ന് മനസ്സിലാവുക? ഇത് ബിസ്ക്കറ്റ് അല്ല. പൂച്ച നിങ്ങളെ വിടും തോന്നില്ല. നിങ്ങൾ കളിച്ചോ? എന്നാ നീ കാണിച്ചു തന്നെ. അവിടേക്ക് വരാം. ഇവിടെ ഞാൻ കളർ ശേഖരിക്കുന്ന സ്ഥലം. ഓക്കെ, ഇതിപ്പോ എന്താ ചെയ്തു തരാൻ പോണേ? ഇത് ഞാനിങ്ങനെ ഓരോ കളർ ഉണ്ടാക്കിയിട്ട് മണ്ണും കൊണ്ട് ഒരു സാധനം വരയ്ക്കും പേപ്പറിൽ. അപ്പൊ അതിന് എനിക്ക് കളർ കണ്ടുപിടിക്കണം. ഈ സാധനം അത് പോവാത്തോണ്ടാണ് കേട്ടോ. ഞാൻ കാണിച്ചു, ഒന്ന് മാറി തരുമോ? പൂച്ചേനെ ഇറക്കി വിട്ടോ. എന്നാലും പോവാത്തൊരാള്. നീ എന്താ പോവാത്തെ? നിനക്ക് എന്താ പരിപാടി? ഇത് ഫുഡ് ഉണ്ടാക്കാം, ചിക്കൻ ഉണ്ടാക്കും. ഇതൊക്കെ എന്താ സാധനം? ചിക്കൻ ഉണ്ടായിക്കൊണ്ടിരിക്ക. വെയിലാണ്. പാപ്പ എന്താ ഉണ്ടാക്കണേ? ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഏലക്ക ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഉമ്മയും ഉപ്പയും കൂടെ ഉണ്ടാക്കിയാണേ. അപ്പം വെറുതെ ഒന്ന് പറിച്ചു നോക്കിയതാ കേട്ടോ. ഉപ്പ കണ്ടിട്ടില്ല, കാണാതെ പറിച്ചതാ. ഏലക്ക തിന്നു നോക്കാം. ഇതിനെന്താ ടേസ്റ്റ് ഉണ്ടോ? ഇല്ലല്ലോ. സ്മെല്ലും ഉണ്ട്, ടേസ്റ്റും ഉണ്ട്. ഓക്കേ, നല്ല സ്മെല്ലുണ്ട്. കഴിച്ചോ. അപ്പൊ ബിരിയാണി സെറ്റായി. അല്ലെങ്കിൽ ദമ്മിടുക കേട്ടോ. ദം ബിരിയാണി, ചിക്കൻ ബിരിയാണി. അതെന്താണ്? ഗരം മസാല ഇടും സ്മെല്ലിന് വേണ്ടിയിട്ടാ. നിങ്ങളെ സീക്രട്ടാ. എല്ലാരും ഉണ്ടാക്കട്ടെ. ആമീന്റെ എന്തായത്? പായസമായോ? നല്ലതല്ലേ? ആമി പായസം ഉണ്ടാക്കണല്ലേ? പാലട പായസം. പൊന്നുമച്ചി ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട്. അബ്ബ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അടുത്തതിന് എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചിട്ട്. ഇല വെട്ടണം. ഇന്ന് ബിരിയാണി ഇലയിലാണ് കഴിക്കുന്നത് അല്ലേ? പാലട പായസം, ചിക്കൻ ബിരിയാണി, ഉമ്മന്റെ സ്പെഷ്യൽ. ഇതാണ് ആമി കഴിക്കാൻ പോകുന്നത് അല്ലേ? ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട് വാഴയില വെട്ടാണ്. യെസ്, കിട്ടി. താഴെ പോയി, ഞാൻ എടുത്തരാം. അപ്പം എല്ലാം സെറ്റായി. നല്ല കാറ്റുണ്ടല്ലേ ഇന്ന്. പിന്നെ നമുക്ക് എല്ലാവർക്കും കുളിച്ച് ഫ്രഷായിട്ട് ഫുഡൊക്കെ കഴിക്കാം. ഇനി ഉമ്മ അപ്പുറത്ത് കുട്ടികളെ മുടിയൊക്കെ ശരിയാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറിയല്ലേ? ഓക്കെ, അതിനെ എടുത്ത് വെക്കാം.